പറഞ്ഞത്. പിന്നെയും മൂപ്പര് ആശ്വസിക്കുന്നുണ്ടെന്ന്, ഇതാ മുജാഹിദുകൾ 2006 സമ്മതിച്ചിരിക്കുന്നു എന്ന്. മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മൗലവി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോയി. എന്താ ആശ്വാസം? ഒക്കെ സമ്മതിക്കണം. ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും. കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ, മന്ത്രം എന്ന സീഡി തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ മന്ത്രത്തെ സംബന്ധിച്ചെന്താ പറഞ്ഞത്? മന്ത്രം ഉണ്ട്, അതിൽ ശരിയായ മന്ത്രങ്ങളാണ് ഇസ്ലാമിൻ്റെത്. മന്ത്രവാദമില്ല, ദുർമന്ത്രമില്ല എന്നൊക്കെ വിശദീകരിക്കാറില്ലേ? ഇത്രയും പച്ചയായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങള് എന്തിന് നിങ്ങൾ ഈ നദാപുരത്തെ ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നു? ആരാണിവിടെ മന്ത്രത്തെ നിഷേധിച്ചത്? എന്നിട്ട് മൂപ്പര് പറയാണെന്ത്, മൗലവി ഇതാ മന്ത്രം ഇപ്പോൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു, അതും 2006 സമ്മതിച്ചിരിക്കുന്നു. ആദ്യം സമ്മതിച്ചു എന്ന ഭാഗം കേട്ടോളൂ, പിന്നെ 2006 സമ്മതിച്ചത് എന്നതും കേട്ടോളൂ. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മൂന്നോട്ടിട്ടോ ഒരിക്കലും ഉപരി പറഞ്ഞത് മനസ്സിലായിക്കോട്ടെ പറഞ്ഞതാ. എന്ത് മന്ത്രിക്കാൻ പാടില്ല എന്നാ ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്? ഇതിനെന്താ പേര് പറയേണ്ടത്? പച്ച നോണാന്നോ പച്ച കള്ളന്നോ എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത് നിങ്ങൾ പറയും? ഇതുവരെ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇവിടെ വന്നിട്ട് സമ്മതിക്കണം. പിന്നെ എന്നാ സമ്മതിച്ചത്? അടുത്തുള്ള ആളോട് ചോദിക്കാം. ഇത് 2006 ഇപ്പൊ 2006 സമ്മതിച്ചു. കേട്ടോ രംഗം? 2006 ആയപ്പോൾ പേരോടുമായി സെലഫി വന്ന് നാദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്ന മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല. കണ്ടോ നോണ കണ്ടോ? ഇതിനെന്താ പിന്നെ ഞാൻ പറയേണ്ടത്? ഞാൻ പിന്നെ മൂപ്പരെ എന്താ വിളിക്കേണ്ടത്? സിദ്ദീഖ് എന്ന് വിളിക്കണം? ഞാൻ പിന്നെ എന്താ മൂപ്പരെ വിളിക്കേണ്ടത്? ഈ രൂപത്തിലുള്ള കളവ് പറയുന്നത് 2006 സുഹൃത്തുക്കളെ, ഏത് കാലത്തായി ഇതിനെ നിഷേധിച്ചത്? ഇതാ ഈ കാണുന്ന വ്യവസ്ഥ കണ്ടോ? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ? ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1974 ജൂൺ 1, 9, 28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ 74 ഇതിൽ നിങ്ങൾക്ക് കാണാം. മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം? 2006 ആയപ്പോ പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്? 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ? ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ